അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ. ഇന്ന് മാമ്പഴം കൊണ്ടുള്ള നല്ലൊരു അടിപൊളി വിഭവമാണ് കേട്ടോ. മാമ്പഴം ഇഷ്ടമില്ലാത്തവരാരാണല്ലേ ഉള്ളത്? അപ്പോൾ നമുക്ക് വിഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഫൗസീസ് ഡ്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നല്ല കളറുള്ളതും മധുരമുള്ളതും പഴുത്തതുമായിട്ടുള്ള 3 മാങ്ങയാണ് ഞാനിവിടെ എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് 1/2 കപ്പ് പുട്ടുപൊടി എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു മാമ്പഴം ഞാൻ എടുക്കുന്നുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സ് ആണല്ലേ മാമ്പഴം. കിങ് ഓഫ് ദ ഫ്രൂട്ട്സ് ആയ നമ്മുടെ മാമ്പഴം കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഐസ്ക്രീം ആയാലും പുട്ടാണേലും അതുപോലെ നല്ല മാമ്പഴ പുളിശ്ശേരി ആണെങ്കിലും അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടല്ലേ. അപ്പോൾ അതേ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു മാങ്ങ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് നമുക്ക് ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു, നല്ല കളറുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ആദ്യം തന്നെ നമുക്കിത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ ഈ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ടുപൊടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ട് തിരുമ്മിക്കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഏത് കപ്പിലാണോ പൊടിയെടുത്തത് ആ കപ്പിനൊരു 1/4 കപ്പ് നല്ല കട്ടി കുറുകൻ തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാപ്പാൽ എപ്പോഴും നല്ല ഇളം തേങ്ങയുടെ തേങ്ങാപ്പാലായിരിക്കും കേട്ടോ രുചി. ഒരുപാട് മൂത്തുപോയ തേങ്ങക്ക് അധികം തേങ്ങാപ്പാൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നല്ല ഇളം തേങ്ങയുടെ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. ഞാനിതേ ഇവിടെ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി പുട്ടുപൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പുട്ടുപൊടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ചില അളവുകൾക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് മൂടി മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. ഒരല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാമ്പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ടാണ് 1 ടീസ്പൂൺ ആക്കിയത്. ഇനി മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് ചിരട്ടയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ചിരട്ടയിൽ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തിരുമ്മി വെച്ച പുട്ടുപൊടി കൂടി ഇതിലേക്ക് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഇതുപോലെ പുട്ടുകുടത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് വേറൊരു ചിരട്ട കൊണ്ട് മൂടിയിട്ട് വേവിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മാമ്പഴ ചിരട്ടപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ട വിഭവം തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല പഴുത്ത മാമ്പഴം കൂടി സർവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാമ്പഴത്തിൽ നിന്ന് ഒരു കഷ്ണം മാമ്പഴവും കുറച്ച് പുട്ടുകൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാമ്പഴപ്പുട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോരുത് കേട്ടോ. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളുമായി നമുക്ക് ഫൗസീസ് ഡ്രീംസ് കിച്ചണിലൂടെ കാണാം. വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാമ, ബായ്.